പുതിയ മന്ത്രിസഭ, പുതിയ ഭരണസമിതി, പുതിയ കേരളം, പുതിയ നേതൃത്വം, പുതിയ ചിന്തകൾ, പുതിയ പ്രതീക്ഷകൾ. തീർച്ചയായിട്ടും കേരള ജനത വലിയ ഒരു പ്രതീക്ഷയിലാണ്, ഒരു കുന്നോളം പ്രതീക്ഷ. പുതിയ സർക്കാർ അധികാരമേറിയിരിക്കുന്നു. മന്ത്രിമാർ, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് മോഹങ്ങളോടെ, പ്രതീക്ഷകളോടെയാണ് ഈ മന്ത്രിസഭയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും. ഇനി ഭാവിയിൽ നമുക്ക് നമ്മുടെ വികസനത്തിന്, നമ്മുടെ സ്വപ്നങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ പുരോഗതിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഈ മന്ത്രിസഭയ്ക്ക്, ഈ സംഘത്തിന്, ഈ ക്യാബിനറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതേക്കുറിച്ചുള്ള വളരെ ഗഹനമായ ആലോചനയിലും ചിന്തയിലുമാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള മലയാളികൾ. ശ്രീ വി ഡി സതീശനും സംഘത്തിനും എല്ലാവിധ ആശംസകളും ഒപ്പം നിറഞ്ഞ പിന്തുണയും നേരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ വിഭാഗങ്ങളിലും കൃത്യമായ പഠനം നടത്തി അവിടുത്തെ പോരായ്മകൾ പരിഹരിച്ച് കൃത്യമായി അവലോകനം ചെയ്ത് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓരോ വകുപ്പിലെയും പോരായ്മകൾ അതത് വകുപ്പ് മന്ത്രിമാർ നേരിട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. 4000 കോടിയും 40,000 കോടിയും ഒക്കെ ഖജനാവിൽ മിച്ചമുണ്ട് എന്ന് മുൻമന്ത്രി ബാലഗോപാൽ പറയുന്നുണ്ടായിരുന്നു എങ്കിലും അതൊന്നും അവിടെ സാധ്യമായ കാര്യമല്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ, സാമ്പത്തികമായ നടപടിക്രമങ്ങളും ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. അതിനെ വളരെ ചിട്ടയോടെ, വളരെ സിസ്റ്റമാറ്റിക്കായി കൈകാര്യം ചെയ്ത് അതിന് പരിഹാരം കാണാൻ ശ്രീ വി ഡി സതീശനും സംഘത്തിനും സാധിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക്, നാടിനൊപ്പം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് കർമ്മ ന്യൂസ് ടീം എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. കാരണം നമ്മൾ ഒരു പുതിയ പാതയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ആ പുതിയ പാതയിൽ ചിലപ്പോൾ കല്ലുകളോ മുള്ളുകളോ കണ്ടേക്കാം. പക്ഷേ അതിനെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് പ്രതീക്ഷകളുടെ പൂവിരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ മലയാളിയും വിശ്വസിക്കുന്നത്. നാനാജാതി മതസ്ഥർ, വിവിധ പ്രായങ്ങളിലുള്ളവർ, കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായ വയോജനങ്ങൾ വരെ എല്ലാവർക്കും ഒരേപോലെ തൃപ്തി നൽകുന്ന, എല്ലാവർക്കും ഒരേപോലെ പിന്തുണ നൽകുന്ന ഒരു സർക്കാരാകട്ടെ UDF സർക്കാർ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു വാർത്തകൾ കേൾക്കാൻ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് സാധ്യമാകട്ടെ. വി ഡി സതീശൻ ടീം VDS എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങേക്കും അങ്ങയുടെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും, ഭരണരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. സധൈര്യം മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉറപ്പായിട്ടും ഉണ്ടാകും. കേരള ജനത നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആശംസകൾ ഒരിക്കൽ കൂടി ടീം VDS.